മാരും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിധിക്കാണ് ഞങ്ങൾ കാത്തിരുന്നത്. എന്ത് വിധിക്ക്? ഇങ്ങനെ ഒരു വിധിക്കാണോ സത്യം പറഞ്ഞാൽ കാത്തിരുന്നത്? പൾസർ സുനിക്ക് കൊടുത്ത വിധിയാണ് അതിലും ഖേമം. കാര്യം 20 വർഷത്തെ വിധിയാണ് ആദ്യം കൊടുത്തത്. പക്ഷേ പൾസർ സുനി ഈ ഒരു വിചാരണ വേളയിൽ 7 വർഷം ജയിലിനകത്ത് കിടന്നതുകൊണ്ട് തന്നെ ആ ഒരു 7 വർഷം കഴിച്ചിട്ട് ബാക്കി 13 വർഷം താൻ ജയിലിൽ കിടന്നാൽ മതി പൾസറെ എന്ന് പറഞ്ഞാണ് വിധി കൊടുത്തിട്ടുള്ളത്. ഇവരെ പോലെയുള്ള കൊടും കുറ്റവാളികളായ ഈ 6 പ്രതികൾക്കും തീർച്ചയായും വധശിക്ഷ നൽകണമെന്നൊക്കെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതൊന്നും നടപ്പിലാവാൻ പോകുന്നില്ല. അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ജീവപര്യന്തമെങ്കിലും നൽകണം. ഇതൊന്നുമില്ലാതെ സമൂഹത്തിൽ ഇതേ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രചോദനം നൽകുന്ന പോലെയാണ്. അതായത് ഒരു 20 വർഷത്തിൽ 7 വർഷം പോയി, ഇനി ഒരു 13 വർഷം പൾസർ സുനി അന്തസ്സോടെ 50-ാമത്തെ വയസ്സിൽ ഈ ഒരു സമൂഹത്തിൽ ഇറങ്ങി അന്തസ്സോടെ നടക്കും. തിന്നും കുടിച്ചും ജീവിച്ചും അതിൻ്റെ അകത്ത് തന്നെ നല്ല രീതിയിൽ തണ്ടും തടിയോടെ വരും. അടുത്ത ആർക്കെതിരെയാണ് എന്താണ് ചെയ്യുന്നതെന്നും അറിയില്ല. ഈ ഒരു വിധി ശരിക്കും പറഞ്ഞാൽ നല്ല വിധിയാണോ എന്ന് നിങ്ങൾ എന്നെ താഴെ കമന്റ് ഇടണം. ഭാഗ്യലക്ഷ്മി മറ്റു സിനിമാ താരങ്ങളൊക്കെ പറയുന്നത് പോലെ ഈ 20 വർഷം കൊടുത്തതിന് ഭേദം ദിലീപിനെ പോലെ ഇവനെയും പുറത്തു വിടുന്നതാണ് നല്ലത്. അത് മാത്രമല്ല, ഇപ്പോൾ പല സിനിമാ നടിമാരും നടന്മാരും ഒക്കെ ദിലീപിനെ പിന്തുണച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട്. മുൻപ് അതിജീവിതയ്ക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ദിലീപിന് അനുകൂലമായിട്ട് വിധി വന്നതോടുകൂടി ഈ പറയുന്ന പല നടിമാരും ഇപ്പോൾ കാലുമാറിയ അവസ്ഥയാണ്. പേരിന് ആദ്യം ഒരു വരി അങ്ങോട്ട് പറയും, അതായത് ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്, എന്നിട്ട് പറയും ഈ ഒരു വിധിയെ മാനിക്കുന്നു, കോടതി വിധിയെ അനുകൂലിക്കുന്നു, പക്ഷേ കുറ്റവാളികൾക്ക് ഇപ്പോൾ ശിക്ഷ ലഭിച്ചിരിക്കുന്നു, അത് വളരെ നല്ലൊരു കാര്യമാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോൾ കിടന്ന് മെഴുകുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നതാണ് മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.